നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ പുതിയ റേഷൻ കാർഡ് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം? മൊബൈലിലോ ലാപ്ടോപ്പിലോ ഇരുന്ന് വളരെ എളുപ്പത്തിൽ ഒരു പുതിയ റേഷൻ കാർഡ് എടുക്കാൻ കഴിയുന്നതായിരിക്കും. ഇതിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം പോർട്ടൽ സന്ദർശിക്കുക. ആദ്യം നിങ്ങൾ പോകേണ്ടത് സിറ്റിസൺ കേരള പോർട്ടലിലേക്കാണ്. ഇത് കേരള സർക്കാരിന്റെ ഔദ്യോഗിക സർവീസുകൾക്ക് ഒരുമിച്ച് ലഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഗൂഗിളിൽ സിറ്റിസൺ കേരള പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് വഴിയും ഡയറക്റ്റ് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ഏതായാലും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഔദ്യോഗിക വെബ്സൈറ്റ് ആണെന്ന് ഉറപ്പാക്കണം. അക്കൗണ്ട് സൃഷ്ടിക്കുക എങ്ങനെയെന്ന് നോക്കാം. പോർട്ടൽ തുറന്നാൽ സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് ഇതിനകം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ മതി. ഇല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് പുതിയ ഉപഭോക്താവായി രജിസ്റ്റർ ചെയ്യണം. പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, OTP വെരിഫിക്കേഷൻ എല്ലാം ചെയ്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. ലോഗിൻ ആയതോടെ നിങ്ങളുടെ ഡാഷ്ബോർഡ് തുറക്കുന്നതായിരിക്കും. പുതിയ റേഷൻ കാർഡ് എങ്ങനെ അപേക്ഷ ആരംഭിക്കും? ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ന്യൂ റേഷൻ കാർഡ് ആപ്ലിക്കേഷൻ എന്നത് കാണും. അത് ക്ലിക്ക് ചെയ്താൽ പുതിയ അപേക്ഷാ ഫോമിന്റെ പേജ് തുറക്കുന്നതായിരിക്കും. ഇതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയും. അക്ഷയ സെന്ററിലേക്ക് പോകേണ്ടതില്ല. വിവരങ്ങൾ പൂരിപ്പിക്കൽ എങ്ങനെയെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ നൽകേണ്ട പ്രധാന വിവരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കുടുംബാംഗങ്ങളുടെ വിശദാംശങ്ങൾ, വീട്ടുവിലാസം, വരുമാന വിവരങ്ങൾ, തുടർച്ചയായ താമസം സംബന്ധിച്ച വിവരങ്ങളായിരിക്കും. ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ, ഹൗസ് ഡീറ്റെയിൽസ് ചിലപ്പോൾ ചോദിക്കുന്നതായിരിക്കും. എല്ലാം ശരിയായി മാച്ചിങ് ഡീറ്റെയിൽസ് ആയി നൽകിയിരിക്കണം. ആധാറിലെ പേരും സ്പെല്ലിങ്ങും മാച്ച് ആകണം. മിസ്മാച്ച് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ വൈകാൻ അല്ലെങ്കിൽ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്തെല്ലാം ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടിയിരിക്കേണ്ടത്? പുതിയ റേഷൻ കാർഡ് അപേക്ഷിക്കാൻ സാധാരണയായി ആവശ്യമായ ഡോക്യുമെന്റുകൾ: ആധാർ കാർഡ് എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെയും ആവശ്യമുള്ളതാണ്. ഇലക്ട്രിസിറ്റി ബിൽ അല്ലെങ്കിൽ റെസിഡൻസ് പ്രൂഫ് ആവശ്യമുണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റ് ഫോർ BPL ആൻഡ് APL കാറ്റഗറി ഓൺലി. ഫാമിലി ഹെഡുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഏജ് പ്രൂഫിന് ആവശ്യമാണ്. ഇവ സ്കാൻ ചെയ്ത് PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഒപ്പം ആധാർ ബേസ്ഡ് KYC വേണ്ടിവരും. OTP വരും. അതുപയോഗിച്ച് KYC കംപ്ലീറ്റ് ചെയ്യാം. സബ്മിറ്റ് ആൻഡ് അക്നോളജ്മെന്റ് എങ്ങനെയാണ്? ഫോം പൂരിപ്പിച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് അക്നോളജ്മെന്റ് റെസിപ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അതിലൊരു ആപ്ലിക്കേഷൻ നമ്പറും ഉണ്ടാകും. ഇത് നഷ്ടപ്പെടുത്തരുത്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓൺലൈനായി ട്രാക്ക് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക? പോർട്ടലിലേക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് ട്രാക്ക് ആപ്ലിക്കേഷൻ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് സ്റ്റാറ്റസ് ലൈവായി കാണുന്നതാണ്. സബ്മിറ്റഡ്, അണ്ടർ വെരിഫിക്കേഷൻ, ഫീൽഡ് വെരിഫിക്കേഷൻ, അപ്രൂവ്ഡ്, കാർഡ് പ്രിന്റഡ്, ഡെലിവേർഡ് എന്നിങ്ങനെ കാണിക്കുന്നതായിരിക്കും. വെരിഫിക്കേഷന് സിവിൽ സപ്ലൈസ് ഓഫീസിൽ നിന്ന് ഓഫീസർ വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളത്? എപ്പോഴും ഓഫീസ് പോർട്ടൽ മാത്രം ഉപയോഗിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് ജെന്യൂൻ ആകണം. ആധാർ ഡീറ്റെയിൽസ് മിസ്മാച്ച്ഡ് ആണെങ്കിൽ മുൻപേ അപ്ഡേറ്റ് ചെയ്യുക. ഡോക്യുമെന്റ്സ് റീഡബിൾ ആയി അപ്ലോഡ് ചെയ്യുക. ഓക്കെ സബ്മിറ്റ് ചെയ്തതിനു ശേഷം സ്റ്റാറ്റസ് റെഗുലറായി ചെക്ക് ചെയ്യുക. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പുതിയ റേഷൻ കാർഡ് ഓൺലൈനായി നേടാൻ കഴിയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്